ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ ലേൺ വിത്ത് രേവതി. നമുക്കിന്ന് കേട്ടിട്ട് കാറ്റഗറി 1 ബേസ് ചെയ്തിട്ട് EVSൽ നിന്ന് PYQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പ്രക്രിയാബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം ഏതാണ് എന്നതാണ്. ഓപ്ഷൻ എ ആണ്, പ്രശ്നം അനുഭവപ്പെടുക എന്നതാണ് ആദ്യം നടക്കുന്നത് അല്ലെ. പ്രശ്നം അനുഭവപ്പെടുക, അതിനുശേഷമാണ് മുൻകാല അനുഭവങ്ങളുമായി ബന്ധിപ്പിക്കുന്നത്, അതിനുശേഷം വിശകലനം, അതിനുശേഷം പരികൽപ്പന. അപ്പൊ ആദ്യം നടക്കുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചേക്കുന്നത്. പ്രക്രിയബന്ധിത പഠന രീതിയിൽ ആദ്യം നടക്കുന്ന പ്രവർത്തനം പ്രശ്നം അനുഭവപ്പെടുക എന്നതാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം എന്ന് പറയുന്നത് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ഓക്കെ, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമത്തിൽ ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായൊരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പറയുന്നു അല്ലെ. ഇപ്പൊ റോക്കറ്റിൽ ഇന്ധനം കത്തുമ്പോൾ ഉണ്ടാകുന്ന വാതകങ്ങൾ ശക്തമായി താഴേക്ക് പുറന്തള്ളപ്പെടുന്നു. അതിന്റെ പ്രതിപ്രവർത്തനമായിട്ടാണ് റോക്കറ്റ് മുകളിലേക്ക് നീങ്ങുന്നത്. അപ്പോ ഒരു പ്രവർത്തനത്തിന് തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞാൽ ലോജിക്ക് വെച്ചിട്ടുള്ളതാണ് റോക്കറ്റ് വിക്ഷേപണം സംഭവിക്കുന്നത്. അപ്പൊ റോക്കറ്റ് വിക്ഷേപണത്തിൽ നേരിട്ട് ഉപയോഗപ്പെടുത്തുന്ന ശാസ്ത്ര നിയമം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം ഏതാണെന്നാണ്. ഓപ്ഷൻ എ, കേരളത്തിന്റെ ഭൂപടം ഭിത്തിയിൽ തൂക്കിയിട്ട് അതിരുകൾ ചൂണ്ടിക്കാണിക്കുന്നു. ഓപ്ഷൻ ബി, കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു. ജിക്സോ രീതി ഉപയോഗപ്പെടുത്തി അതിരുകൾ തിരിച്ചറിയുന്നു. ഓപ്ഷൻ സി, ഡി, ഗ്ലോബ് ഉപയോഗിച്ച് അതിരുകൾ മനസ്സിലാക്കുന്നു. ഇവിടെ കേരളത്തിന്റെ അതിരുകൾ തിരിച്ചറിയുന്നതിന് അനുയോജ്യമായ പഠന പ്രവർത്തനം ഏതാണെന്നാണ്. ഓപ്ഷൻ ബി ആണ്, കേരളത്തിന്റെ ഭൂപടം നിലത്ത് യഥാർത്ഥ ദിശയിൽ നിവർത്തി വെച്ച് അതിരുകൾ തിരിച്ചറിയുന്നു എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. താഴെ പറയുന്നവയിൽ ഹരിതഗൃഹവാതകം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഹരിതഗൃഹവാതകം അല്ലാത്തത് കാർബൺ മോണോക്സൈഡ് ആണ്. കാർബൺ ഡയോക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ തുടങ്ങിയവയെല്ലാം ഹരിതഗൃഹവാതകങ്ങളിൽ പെടുന്നവയാണ്. ഓക്കെ, കാർബൺ മോണോക്സൈഡ് ആണ് ഇതിൽ പെടാത്തത്. അപ്പൊ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. കാർബൺ മോണോക്സൈഡ് ഒരു ഹരിതഗൃഹവാതകം അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയോ എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് അനുയോജ്യമായ പഠനതന്ത്രം ഏതാണ്? വ്യത്യസ്ത ചെടികൾ വളർന്ന് കായ്കൾ ഉണ്ടാകുന്നതിനെടുക്കുന്ന കാലയളവ് ഒരുപോലെയാണോ എന്നറിയുന്നതിന് അനുയോജ്യമായ പഠനതന്ത്രം പ്രോജക്റ്റ് ആണ്. സംവാദമല്ല, ഫീൽഡ് ട്രിപ്പ് അല്ല, ഗ്രൂപ്പ് ചർച്ചയുമല്ല, പ്രോജക്റ്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പൊ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. തെറ്റായ ജോഡി, ഏപ്രിൽ 22 ലോക ഭൗമ ദിനമാണ്, ശരിയാണ്. മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം, ശരിയാണ്. സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം തന്നെയാണ്. മാർച്ച് 22 അല്ല ലോക വനദിനം, മാർച്ച് 21 ലോക വനദിനം. ഓക്കെ, ലോക വനദിനം എന്ന് പറയുന്നത് മാർച്ച് 21, 22 അല്ല. അപ്പൊ ആൻസർ തെറ്റായ ജോഡി എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. മാർച്ച് 22 അല്ല, മാർച്ച് 21 ലോക വനദിനം. ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. പിന്നെ ഈ തേനീച്ച വളർത്തല്, മുയൽ വളർത്തല്, പട്ടുനൂൽ വളർത്തല്, ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സാധനങ്ങളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ, എന്താണ് ക്യൂണിക്കൾച്ചർ? ഇത് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലാണ്. ഓക്കെ, ക്യൂണിക്കൾച്ചർ എന്ന് പറയുന്നത് മുയൽ വളർത്തലാണ്. തേനീച്ച വളർത്തൽ എപ്പികൾച്ചർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. മത്സ്യമാണെങ്കിൽ പിസികൾച്ചറും, പട്ടുനൂൽ പുഴുവാണെങ്കിൽ സെറികൾച്ചറുമാണ്. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ, ജലസംഭരണ ശേഷി കൂടുതലുള്ള മണ്ണ് ഏതാണെന്നാണ്. എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെങ്കൽ മണ്ണ്, കളിമണ്ണ്. ജലസംഭരണ ശേഷി ഏറ്റവും കൂടുതലുള്ള മണ്ണ് കളിമണ്ണാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, 4ാം ക്ലാസ്സിൽ കൃഷിയുമായി ബന്ധപ്പെട്ട ക്ലാസ് വിനിമയം ചെയ്യുന്ന ടീച്ചർ
1 മുതൽ 3 വരെ ക്ലാസ്സുകളിൽ കുട്ടി കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ ധാരണകൾ ഏതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് ഇവിടെ പ്രതിഫലിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ചാക്രികാരോഹണ രീതിയാണ്. ഓക്കെ, ചാക്രികാരോഹണ രീതിയാണ്. എന്തുകൊണ്ടാ? ഒരു ക്ലാസ്സിൽ പഠിച്ച ആശയങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് വീണ്ടും കൂടുതൽ ആഴത്തിലും സങ്കീർണമായും പഠിപ്പിക്കുന്ന രീതിയാണ് ചക്രീകാരോഹണ രീതി, സ്പൈറൽ മെത്തേഡ് എന്ന് പറയുന്നത്. 1, 2, 3 ക്ലാസ്സിൽ കുട്ടികൾ കൃഷിയുമായി ബന്ധപ്പെട്ട് നേടിയ മുൻധാരണകൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് 4ാം ക്ലാസ്സിൽ അധ്യാപിക പുതിയ ആശയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇത് ചക്രീകാരോഹണ രീതിയുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ, സ്പൈറൽ കരിക്കുലം, സ്പൈറൽ മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട് നേത്രവൈകല്യം, താഴെ പറയുന്ന പ്രസ്താവനകളുമായി ബന്ധപ്പെട്ട നേത്രവൈകല്യം ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അടുത്തുള്ള വസ്തുക്കളിൽ നിന്നുള്ള പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിലായി ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം. ദീർഘദൃഷ്ടിയാണ്. ഓക്കെ, ദീർഘദൃഷ്ടിയിൽ അടുത്തുള്ള വസ്തുക്കളിൽ വരുന്ന പ്രകാശകിരണങ്ങളൊക്കെ റെറ്റിനയ്ക്ക് പിന്നിലാണ് ഫോക്കസ് ചെയ്യപ്പെടുന്നത്. അതുപോലെ തന്നെ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് ഇത് പരിഹരിക്കാനും നമുക്ക് സാധിക്കും. എന്നാൽ ഹ്രസ്വദൃഷ്ടി എന്ന് പറയുന്നത് ദൂരെയുള്ള വസ്തുക്കൾ വ്യക്തമായി കാണാൻ കഴിയില്ല. പ്രകാശം റെറ്റിനയ്ക്ക് മുന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുന്നു. കോൺകേവ് ലെൻസ് ആണ് ഹ്രസ്വദൃഷ്ടിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഇനി അസ്റ്റിഗ്മാറ്റിസം എന്ന് പറഞ്ഞാൽ കോർണിയയുടെയോ ലെൻസിന്റെയോ വളവിൽ ക്രമക്കേട് മൂലം കാഴ്ച മങ്ങിയ അവസ്ഥ വരുന്നതാണ് ഈ ഒരു അവസ്ഥ. സാധാരണയായിട്ട് സിലിണ്ടറിക്കൽ ലെൻസ് ഉപയോഗിച്ചിട്ടാണ് ഇത് പരിഹരിക്കുന്നത്. ഓക്കെ, ഗ്ലോക്കോമ എന്ന് പറയുന്ന, ഗ്ലൈക്കോമ അല്ലെങ്കിൽ ഗ്ലോക്കോമ എന്നൊക്കെ പറയുന്നത് കണ്ണിലെ ഒപ്റ്റിക് നാഡിക്ക് കേടുപാടുണ്ടാകുന്ന നേത്രരോഗമാണ്. ഇത് റെറ്റിനയ്ക്ക് മുന്നിലോ പിന്നിലോ ചിത്രം രൂപപ്പെടുന്നതുമായി ബന്ധപ്പെട്ട സാധാരണ ഒരു റിഫ്രാക്റ്റീവ് എറർ ആയിട്ടുള്ളതല്ല. ഓക്കെ, അപ്പോ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ദീർഘദൃഷ്ടിയാണ്. കോൺവെക്സ് ലെൻസ് എന്ന് പറയുമ്പോൾ തന്നെ ദീർഘദൃഷ്ടി, കോൺകേവ് ഹ്രസ്വദൃഷ്ടി. ഓക്കെ, പ്രകാശം റെറ്റിനയ്ക്ക് പിന്നിൽ ഫോക്കസ് ചെയ്യപ്പെടുന്ന ദീർഘദൃഷ്ടി, മുന്നിലാണെങ്കിൽ ഹ്രസ്വദൃഷ്ടി. ഓക്കെ, ഇപ്പൊ ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നവയിൽ ഹരിതോർജമല്ലാത്തത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ഹരിതോർജമല്ലാത്തത് ഓപ്ഷൻ സി ആണ്. പ്രകൃതി വാതകത്തിൽ നിന്നുള്ള ഊർജം. ഓക്കെ, പ്രകൃതി വാതകത്തിൽ നിന്നുള്ള ഊർജം ഓപ്ഷൻ സി. പ്രകൃതി വാതകം, നാച്ചുറൽ ഗ്യാസ്, ഒരു ഫോസിക്കൽ ഇന്ധനമാണ്. ഇത് കത്തിച്ച് ഊർജം ലഭിക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പുറത്തു വരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഹരിതോർജം അല്ലെങ്കിൽ ശുദ്ധമായ ഒരു പുനരുപയോഗ ഊർജ സ്രോതസ്സായിട്ട് നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. കാറ്റിൽ നിന്നുള്ള ഊർജം എന്ന് പറയുന്നത് കാറ്റിന്റെ ചലനത്തിൽ നിന്ന് ലഭിക്കുന്ന പുനരുപയോഗിക്കാൻ കഴിയുന്ന ഊർജമാണ്. സൗരോർജം അതെ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന പുനരുപയോഗിക്കാവുന്ന ഊർജമാണ്. ഓക്കെ, ഭൂതാപോർജവും ഭൂമിക്കടിയിലെ ചൂടിൽ നിന്ന് ലഭിക്കുന്ന പുനരുപയോഗിക്കാൻ സാധിക്കുന്ന ഊർജമാണ്. ഹരിതോർജം അല്ലാത്തത് സി ആണ്, പ്രകൃതി വാതകത്തിൽ നിന്നുള്ള ഊർജമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ കൺഫ്യൂഷൻ തോന്നും പ്രകൃതി വാതകം എന്ന് പറയുമ്പോൾ. അപ്പൊ അത് എന്താന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം ഏതാണെന്നുള്ളതാണ്. കരിമീനാണ്. കേരളത്തിന്റെ സംസ്ഥാന മത്സ്യം കരിമീനാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രോട്ടിസ്റ്റ് വിഭാഗത്തിൽ പെട്ട ഏകകോശ ജീവികൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ കൂട്ടം ഏതാണെന്നുള്ളതാണ്. വട്ടച്ചൊറി, വളംകടി, സോറിയാസിസ്, ഡെങ്കിപ്പനി, കോളറ, ക്ഷയം, ചിക്കൻ ഗുനിയ, പക്ഷിപ്പനി, ചിക്കൻ പോക്സ്, മലേറിയ, അമീബിക് ഡിസ്റ്റെൻഡറി, അതുപോലെ തന്നെ സ്ലീപ്പിംഗ് സിക്നസ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ശരിയായ ജോഡി ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ശരിയായിട്ടുള്ള ജോഡി ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്താണ് ഷോർട്ട് ഫോം? കില, KILA, കില. ഓക്കെ, റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇത്രയാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. ഇന്ത്യൻ കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ തിരുവനന്തപുരം അല്ല, കില സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. ഓക്കെ, തൃശ്ശൂരാണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിൽ കോട്ടയമാണ്. ഓക്കെ, കോഴിക്കോടല്ല. കാർഡമം റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇടുക്കി തന്നെയാണ്. അപ്പൊ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ശരിയായ ജോഡി ഓപ്ഷൻ സി ആണ്. ഇനി അവസാനത്തെ ചോദ്യം, ദുരന്തങ്ങളെ അതിജീവിക്കാൻ നിർമ്മിക്കുന്ന ഷെൽട്ടറിന്റെ സവിശേഷതകളിൽ പെടാത്തത്. എളുപ്പത്തിൽ നിർമ്മിക്കാൻ സാധിക്കുന്നു,
മതിയായ വായു സഞ്ചാരമുള്ളത്, ചെലവ് കൂടുതൽ, ഘടനാപരമായ സമഗ്രത ഉള്ളത്. ഇവിടെ നിങ്ങൾ ചെലവ് കൂടുതൽ എന്ന് കാണുമ്പോൾ ചിലപ്പോ ദുരന്തം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിലപ്പോ ചിലവര് കേട്ടോ, എല്ലാരും ഞാൻ പറയുന്നില്ല, ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ മാറിപ്പോയെന്ന് വരാം. ചെലവ് കൂടുതലാണ് ഇവിടെ സവിശേഷതകളിൽ പെടാത്തത്. കാരണം എന്താ, ദുരന്ത സാഹചര്യങ്ങളിൽ നിർമ്മിക്കുന്ന ഷെൽട്ടർ ഏറ്റവും സുരക്ഷിതവും അതുപോലെ വേഗത്തിൽ നിർമ്മിക്കാൻ കഴിയുന്നതും ചെലവ് കുറഞ്ഞതുമായിരിക്കണം കേട്ടോ. അതുകൊണ്ട് തന്നെ ചെലവ് കൂടുതൽ എന്നുള്ളത് ഇവിടെ സവിശേഷതകളിൽ പെടാത്തതാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ് കൂട്ടത്തിൽ പെടാത്തത്. അപ്പൊ നമ്മൾ ഇന്ന് ഇ വി എസ് സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ടോപ്പിക് വൈസ് ക്ലാസ് അല്ലെങ്കിൽ PYQsോ നമ്മുടെ കേറ്ററ്റ് ബേസ് ചെയ്തിട്ട് വേറൊരു ക്ലാസ്സുമായിട്ട് ഇനിയും കാണാം നമുക്ക്. താങ്ക്